ഇത് നമുക്ക് നല്ലൊരു സിമ്പിൾ പാലട പായസം തയ്യാറാക്കി നോക്കാം. വെള്ളം നല്ല രീതിയിൽ തിളച്ചു വന്നു കഴിയുമ്പോൾ വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ടുള്ള മട്ട അട ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് അല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മൾ ഫയർ ഓഫ് ചെയ്തിട്ടാണ് അട ഇട്ട് കൊടുക്കുന്നത്. അത് ആവി ഒട്ട് പുറത്തു പോകാത്ത രീതിയിൽ അടച്ചു വെച്ചു. അതുകൊണ്ട് അല്പം പഞ്ചസാര നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. 1 ലിറ്ററോളം വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പായസത്തിന് ഉപയോഗിക്കുന്ന പാത്രം ആയാലും കത്തി ആയാലും തവി ആയാലും നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് എടുക്കുക. ചെറിയ ഡ്രോപ്പ് എന്തെങ്കിലും സംഭവം ഇരുന്നാൽ പോലും നമ്മുടെ പാല് മുഴുവൻ പിരിഞ്ഞു പോകും. 100 ഗ്രാം അടയായാലും അത് വെന്തു വന്നു കഴിയുമ്പോൾ ഇത്രയും ഉണ്ടാവും. 1 മണിക്കൂറോളം പാല് നന്നായിട്ട് വെന്തു കുറുകി വന്നിട്ടുള്ള പാലിലേക്ക് അടയിട്ട് കൊടുക്കുകയാണ്. 1/2 മണിക്കൂറോളം വേവിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 550 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഒരു 20 മിനിറ്റ് കൊണ്ട് പഞ്ചസാരയും അടയെല്ലാം നന്നായിട്ട് മിക്സായി നല്ല രീതിയിൽ പായസം കുറുകി വരും. നെയ്യ് ചൂടായി വരുമ്പോൾ സ്പ്ലിറ്റ് ആയിട്ടുള്ള കാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കിസ്മിസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതെല്ലാം നമ്മൾ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ അല്പം ഏലക്ക പൊടി ഇട്ട് കൊടുക്കുകയാണ്. പൂർണ്ണമായ ഒരു ടേസ്റ്റ് നമുക്ക് ആ സ്മെല്ലിൽ തന്നെ അറിയാൻ പറ്റും. പാലട പായസം റെഡി ആയി കഴിഞ്ഞു.